ഹായ് ഫ്രണ്ട്സ്, മിന്നാമിന്നി മിന്നുവിലേക്ക് സ്വാഗതം. പടം വരയ്ക്കാൻ അറിയാത്ത ഏതൊരു കൊച്ചു കുട്ടിക്ക് പോലും എളുപ്പത്തിൽ വരച്ചെടുക്കാൻ പറ്റുന്ന ഒരു ട്രിക്ക് ഞാനിന്ന് പറഞ്ഞു തരാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഞാൻ ഡ്രോയിങ്ങിൻ്റെ രീതി പറഞ്ഞു തരുന്നത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്കും എളുപ്പത്തിലൊരു സീനറി വരച്ചെടുക്കാം. അതിന് ഡ്രോയിങ് ഷീറ്റും ബ്രഷും പെയിൻറ്റും വേണം. ഞാനിവിടെ ഈ ബ്രഷുകളാണ് ഉപയോഗിക്കുന്നത്. ഇത്തരത്തിലുള്ള പോയിൻ്റ് ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിയിൽ പടങ്ങൾ വരച്ചെടുക്കാൻ കഴിയും. ഞാൻ ഫാബ്രിക് പെയിൻ്റാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പെയിൻറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി പടം വരച്ച് തുടങ്ങാം. ആകാശം ആദ്യം വരച്ച് തുടങ്ങാം. അതിന് ഞാൻ പർപ്പിൾ കളറാണ് ഉപയോഗിക്കുന്നത്. വെള്ളം നല്ലതുപോലെ ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ ആകാശത്തിലേക്കത് നമ്മൾ സ്കെച്ച് ചെയ്ത് കൊടുക്കാവൂ. അല്ലെങ്കിൽ അത് ഭയങ്കര കട്ടിയായിട്ട് ഇരിക്കും. നല്ലതുപോലെ ആ ബ്രഷ് കൊണ്ട് ബ്രഷ് പാടില്ലാത്തതുപോലെ വൃത്തിയായിട്ടത് ആകാശം പെയിൻറ്റ് ചെയ്തെടുക്കണം. ആദ്യമായിട്ടൊരു ചെറിയ വീട് വരച്ചെടുക്കുക. എവിടെ വേണമെങ്കിലും നമുക്കത് വരയ്ക്കാം. ഇന്നിടമൊന്നുമില്ല. ഞാൻ ഇവിടാണ് വരയ്ക്കുന്നത്. ഒരു പെൻസിൽ കൊണ്ട് ഞാൻ ചെറുതായിട്ട് സ്കെച്ച് ചെയ്തെടുക്കുവാണ്. അത് കഴിഞ്ഞിട്ട് പെയിൻ്റ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ വരച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഓറഞ്ചും അല്പം മഞ്ഞയും കൂടെ നല്ലതുപോലെ കലർത്തിയെടുത്തിട്ട് അത് മേൽക്കൂരയ്ക്ക് അടിച്ചു കൊടുക്കാം. പേപ്പറിൻ്റെ വെള്ള കാണാത്ത പോലെ നല്ല ഭംഗിയായിട്ട് അടിച്ച് കൊടുക്കണം. പെൻസിൽ കൊണ്ട് സ്കെച്ച് ചെയ്തതിന് വെളിയിൽ പോകാത്തതുപോലെ പെയിൻ്റ് ഇട്ട് കൊടുക്കണം. മേൽക്കൂരയുടെ അടിഭാഗത്തും സൈഡിലും കൂടി ബ്ലാക്ക് കളർ ഇട്ട് കൊടുക്കണം. മേൽക്കൂര ഉയർന്നു കാണാൻ വേണ്ടി നമ്മൾ അതിൻ്റെ മുകൾ ഭാഗത്ത് മഞ്ഞ പെയിൻറ്റ് ഇട്ട് കൊടുക്കണം. അടിഭാഗത്തു കൂടി ചുവന്ന കളറിട്ട് മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അത് നല്ലതുപോലെ ആ മേൽക്കൂരയുടെ അടിഭാഗം ഉയർന്നു വരത്തക്ക പോലെ അങ്ങനെ ചെറുതായിട്ട് ലൈറ്റായിട്ട് അടിച്ചു കൊടുത്ത് ശരിയാക്കി എടുക്കണം. ലൈറ്റ് യെല്ലോ കളർ ഭിത്തിക്ക് ഇട്ടതിന് ശേഷം ഓറഞ്ച് കളർ കൊണ്ട് ഷെയ്ഡ് ചെയ്തെടുക്കുക. വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തും ആ ഓറഞ്ച് കളർ തന്നെ ഷെയ്ഡ് ചെയ്തെടുക്കണം. ഇങ്ങനൊരു ലൈൻ ഇട്ട് ഇത് രണ്ട് ഭിത്തിയായിട്ട് തിരിച്ചെടുക്കണം. ഒരു സൈഡിലെയും മറ്റേത് ഫ്രണ്ട് ഭാഗവും അങ്ങനെ തിരിച്ചെടുത്തതിന് ശേഷം മറ്റേ സൈഡ് ഭാഗത്ത് നല്ലതുപോലെ കട്ടി കളറിട്ട് കൊടുക്കുമ്പോൾ അത് ഒരു വശത്തേക്ക് തിരിഞ്ഞിരിക്കുന്നത് പോലെ വീട് നമുക്ക് കാണാൻ കഴിയും. ഇനി വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു വൃക്ഷം വരയ്ക്കാം. അത് പെൻസിൽ കൊണ്ട് ചെറുതായിട്ട് വരച്ചെടുത്തതിന് ശേഷം നമുക്ക് പെയിൻ്റ് ഇടാം. അല്ലാതെ ബ്രഷ് കൊണ്ട് വരച്ചാലും മതി. മരം വരയ്ക്കാൻ അറിയാൻ വയ്യാത്തവർക്ക് മരം എളുപ്പത്തിൽ വരച്ചെടുക്കുന്നൊരു വീഡിയോ ഞാൻ ഉടനെ ഇടാം. ഇനി ഈ ഡാർക്ക് ഗ്രീൻ കളറ് നമുക്ക് ഇതിൻ്റെ ഇലപ്പടർപ്പുകൾ വരയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഓരോ ശിഖരത്തിൻ്റെ മുകളിലും ഇങ്ങനെ ഡാർക്ക് ഗ്രീൻ ഇട്ട് നിറയ്ക്കണം. ഈ തടിയുടെ നടുഭാഗത്തും ഈ പച്ച ഇട്ട് കൊടുക്കണം. എന്തിനാന്ന് വെച്ചാൽ അത് ഈ ഇലപ്പടർപ്പുകൾ മുൻപിലോട്ട് തള്ളി നിൽക്കുന്ന ഒരു രീതി ഉണ്ടാക്കിയെടുക്കാൻ. ഇനി കാപ്പിപ്പൊടി കളറിട്ട് തടി വരച്ചു കൊടുക്കണം. വേരും എല്ലാം അത് താഴെ വരച്ചിട്ട് ശിഖരങ്ങൾ വരച്ച് ഇലപ്പടർപ്പിലോട്ട് ഇട്ട് കൊടുക്കണം. വലിയ പാടൊന്നുമില്ല. പിന്നെ ഈ ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ചാണ് നമ്മളിനി ഇലകൾ വേർതിരിച്ചെടുക്കുന്നത്. ചെറിയ രീതിയിൽ വെള്ളം ചേർക്കാതെ ലൈൻ ഗ്രീൻ കളറ് ബ്രഷിലെടുത്തതിന് ശേഷം ഈ കറുത്ത പച്ചയായിട്ടുള്ള ഇലപ്പടർപ്പുകളിലേക്ക് ഇങ്ങനെ ചെറുതായിട്ട് കുത്തി കൊടുക്കണം. അന്നേരം ആ ഇലകൾക്ക് നല്ല ഭംഗിയുണ്ടായി വരും. ബ്ലാക്ക് കളർ പോയിൻ്റ് ബ്രഷിലെടുത്തതിന് ശേഷം ഈ ശിഖരങ്ങൾ നല്ല ഭംഗിയിൽ വരച്ചിട്ട് കൊടുക്കണം. എല്ലാ ഇലപ്പടർപ്പുകളിലേക്കും ശിഖരങ്ങൾ വരച്ചിട്ട് കൊടുക്കണം. തടിയുടെ ഭാഗത്ത് താഴെയും അവിടെയും നല്ലതുപോലെ കറുത്ത കളറിട്ട് നല്ലതുപോലെ വരച്ച് കൊടുത്തിട്ട് ഏറ്റവും അടിഭാഗത്ത് നിന്ന് മഞ്ഞ കളറ് മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. അതെന്ന് വെച്ചാൽ വേര് മുൻപിലോട്ട് തള്ളി നിൽക്കുന്നതായിട്ട് തോന്നാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി തറ പെയിൻ്റ് ഇടാം. ബ്രൗൺ കളർ എടുത്ത് വീടിൻ്റെ മുൻഭാഗത്തായിട്ട് മണ്ണ് കിടക്കുന്നത് പോലെ നമുക്കത് ഷെയ്ഡ് ചെയ്തെടുക്കണം. അല്ല, വെള്ളം ചേർത്തടിച്ച് കൊടുത്താൽ മതി. വീടിന് അല്പം പിറകിലായിട്ട് ഡാർക്ക് ഗ്രീൻ ലൈറ്റായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഈ വീട് പരിസരവും എല്ലാം ഇച്ചിരി മുൻപിലോട്ട് നിൽക്കുന്ന ഒരു പ്രതീതി നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇവിടെ ഒരു മരം വരച്ചിട്ട് കൊടുക്കാം. അത് ബ്രഷ് കൊണ്ട് തന്നെ അങ്ങ് വരച്ചാൽ മതി. അതറിയത്തില്ലെങ്കിൽ ആദ്യം പെൻസിൽ കൊണ്ട് വരച്ചിട്ടതിന് ശേഷം പെയിൻ്റ് ഇട്ടാൽ മതി.
ഇവിടെ ഇലപ്പടർപ്പുകൾ ഞാൻ കറുപ്പ് ഉപയോഗിക്കാതെ പച്ച തന്നെ കുത്തിയെടുത്തതാണ്. പിന്നെ ശകലം ചുവന്ന കളർ ഇട്ട് കൊടുത്തു. അതിനുശേഷം കറുത്ത കളർ കൊണ്ട് ശിഖരങ്ങൾ മുൻപ് വരച്ചതുപോലെ ഇങ്ങനെ വരച്ചിട്ട് കൊടുക്കണം. ഏറ്റവും നല്ല ശിഖരങ്ങൾ വരച്ചിടുമ്പം തന്നെ മരം കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അതാണ് ഈ മരം വരയ്ക്കുന്നതിൻ്റെ പ്രത്യേകത. ഇനി ഇങ്ങനെ അതിൻ്റെ തടിയും കൂടെ വരച്ചതിന് ശേഷം നല്ല കറുത്ത കളറിട്ട് എല്ലാം വരച്ചെടുത്തതിന് ശേഷം നമുക്ക് വേറൊരു വര കൂടെ ചെറുതായിട്ട് അവിടെ വരച്ചിട്ട് കൊടുക്കാം. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ നേരത്തെ വരച്ച മരത്തിൻ്റെ കൂട്ടല്ല, ഇവിടെ ഞാൻ പോച്ചപ്പുറം ഇട്ട് കൊടുക്കുകയാണ്, കുറച്ച് പോച്ചകൾ നിൽക്കുന്ന പോലെ. അപ്പോൾ അതിനകത്തു നിന്നും മരം ഉയർന്നു നിൽക്കുന്നത് പോലെ കാണാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അതുപോലെ തന്നെ ഇവിടെയും ആ പച്ച കളറും ചുവന്ന കളറും കൂടെ ചേർന്നിട്ട് കൊടുക്കുക, കാട് പിടിച്ച് കിടക്കുന്ന ഒരു പ്രതീതി ഉണ്ടാക്കാൻ. ഈ കറുത്ത കളർ പച്ച ഇടുന്നത് അങ്ങ് ദൂരെ ചെടി നിൽക്കുന്നത് പോലെ കാണാൻ. ഇനി അതിന് അടിഭാഗത്തുകൂടി കറുത്ത പച്ച കളറ് വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്ത് ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ ആ ഇലപ്പടർപ്പുകളെല്ലാം ഉയർന്ന് കാണുന്ന ഒരു രീതി ഉണ്ടാവും. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് ഈ വീടിൻ്റെ അരികിലൂടെ എല്ലാം ഇങ്ങനെ അടിച്ചു കൊടുത്തതിന് ശേഷം മരത്തിൻ്റെ ചുവട്ടിലും എല്ലാം അടിച്ചിങ്ങനെ കൊടുത്തതിന് ശേഷം വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു തടാകം വരയ്ക്കാൻ പോവുകയാണ്. അതുകൂടെ വരച്ചിടുമ്പം നല്ല ഭംഗിയായിരിക്കും കാണാൻ. കാരണം തടാകത്തിൻ്റെ അടുത്ത് വീട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണല്ലോ, അതല്ലയോ എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെ ആ കളറിട്ട് തടാകം വരച്ചതിന് ശേഷം ഒരു കറുത്ത പെയിൻറ്റ് കൊണ്ട് അത് ആ തറയും തടാകവും തമ്മിൽ വേർതിരിച്ചെടുക്കണം. ഈ വീടിൻ്റെ അടിയിൽ കൂടി കറുത്ത ലൈറ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അന്നേരം മണ്ണിൽ നിന്ന് വീട് ഉയർന്നു നിൽക്കും. ഇനി ജനൽ വരയ്ക്കാം. അത് വെറുതെ ഇങ്ങനെ ചെറിയ കുത്തുകളിട്ട് വരച്ചാൽ മതി. പിന്നെ ഒരു കതവും കൂടെ വരയ്ക്കണമല്ലോ വീടിന്. അത് ഇങ്ങനെ കറുത്ത പെയിൻറ്റ് ബ്രഷിലിട്ട് വരയ്ക്കുക, അല്ലാതെ പെൻസിൽ കൊണ്ട് കതക് വരച്ചതിന് ശേഷം കറുത്ത കളറിട്ട് നികത്തിയാലും മതി. ഇനി തടാകത്തിൻ്റെ അരികിൽ ഇങ്ങനെ കുറച്ച് പുല്ലുകൾ ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പം അത് ഈ തടാകത്തിലോട്ട് മറിഞ്ഞ് കിടക്കുന്ന ഒരു പ്രതീതി ഉണ്ടാവും. ഈ കറുത്ത കളറിട്ട് തടാകത്തിനെ ഒന്ന് താഴ്ത്തിയെടുക്കണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ സീനറി. ഇതായത് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങളൊന്ന് വരച്ച് നോക്കണേ, നിങ്ങൾക്ക് എളുപ്പം സീനറിയൊക്കെ വരയ്ക്കാൻ ഒക്കും. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. പടം വരയ്ക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്ക് യു.